കൃതജ്ഞതാഗീതം. മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തുവിൽ പൂർത്തീകരിച്ച ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തേക്ക് കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കുന്ന കൃതജ്ഞതാഗീതം. സകല മാലാഖമാർക്കും സ്വർഗവാസികൾക്കുമൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കുന്നതിൽ ഭൂവാസികളും പങ്കുചേരുന്നു. തീർത്ഥാടക സഭയും വിജയസഭയും ഒരുമിച്ച് ദൈവത്തെ അവിരാമം പാടി സ്തുതിക്കുന്നു. പ്രഘോഷണം. ദൈവത്തെ പരിശുദ്ധൻ, അനുഗ്രഹീതൻ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് പുരോഹിതനും വിശ്വാസികളും ആരാധനയെ സ്വർഗീയ ആരാധനയുമായി സമന്വയിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാം ഭാഗത്ത് ജെറൂസലമിലേക്ക് കർത്താവായ യേശു പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ഹോസാന പാടി ആർത്തുല്ലസിച്ച് അനുഗ്രഹീതൻ എന്ന് ഉദ്ഘോഷിച്ചതാണ് അനുസ്മരിക്കുന്നത്. അങ്ങനെ സ്വർഗീയ കീർത്തനവും ഭൂവാസികളുടെ കീർത്തനവും ഈ ഗീതയിൽ ഒന്നിക്കുന്നതായി കാണാം. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാഹനമാണ് തുടർന്ന്. ഇത് ദിവ്യബലിയിലെ ഏറ്റവും പ്രധാനമായ കർമ്മമായതിനാൽ പരിശുദ്ധൻ ഗീതയ്ക്ക് ശേഷം മഹാസ്തുതിപ്പ് വരെ ജനങ്ങൾ മുട്ടുകുത്തുന്നു. റോഗാക്ഷണ പ്രാർത്ഥനയിൽ സഭ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ മേൽ അയക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി വഴി അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരാനും ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുന്നവർ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാനും വേണ്ടി ആണത്. ആവാസ പ്രാർത്ഥനയിൽ പുരോഹിതൻ കാഴ്ചവസ്തുക്കളുടെ മേൽ ഇരുകരങ്ങളും കമിഴ്ത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അയച്ച അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂദാശ വചസ്സുകളുടെ പരികർമ്മമാണ് തുടർന്ന്. ക്രിസ്തു അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞ വചനങ്ങളും ചെയ്ത പ്രവൃത്തികളും വിവരിക്കുന്നതാണ് സ്ഥാപക വിവരണം അഥവാ കൂദാശ വചസ്സുകളുടെ പരികർമ്മം. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പുരോഹിതൻ സ്ഥാപക വചനങ്ങൾ പറയുന്നു. അവിടുന്ന് അന്ത്യ അത്താഴത്തിൽ പറഞ്ഞതുപോലെ ചെയ്തതുപോലെയും പുരോഹിതൻ ആവർത്തിക്കുന്നു. കൂദാശകർമ്മത്തിലൂടെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്ന സത്താഭേദം സംഭവിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ സജീവനും മഹത്വപൂർണനുമായ ക്രിസ്തു തന്നെ സത്യമായും യഥാർത്ഥമായും സത്താപരമായും സന്നിഹിതനായിരിക്കുന്നു. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലിയെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത്
നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്ഥാപക വചനങ്ങൾക്ക് ശേഷം പുരോഹിതൻ തിരുശരീരവും തിരുരക്തവും ഉയർത്തുമ്പോൾ എല്ലാവരും അവയെ ഉറ്റുനോക്കുകയും പുരോഹിതനോടൊപ്പം കുമ്പിട്ടു വണങ്ങി ആരാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈശോയുടെ കുരിശുമരണം അനുസ്മരിക്കുന്നു. അതിനുശേഷം ഈശോയുടെ ഉത്ഥാനവും അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും പ്രഘോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദിവ്യാഹ്വാനത്തിൻ്റെ ഓർമ്മയിലേക്ക് ദൈവജനം പ്രവേശിക്കുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ക്രിസ്തുവിൻ്റെ കൽപ്പന നിറവേറ്റുന്നത് ഇന്നും ദിവ്യബലി അർപ്പണം തുടർന്നുകൊണ്ടിരിക്കുന്നതിലൂടെയാണ്. അർപ്പണ പ്രാർത്ഥനയാണ് തുടർന്ന്. പുരോഹിതൻ കരങ്ങൾ വിരിച്ച് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തത് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും മുഖേന ദൈവത്തെ പരിചരിക്കുവാൻ അർഹരാക്കപ്പെട്ട ദൈവജനം സത്താഭേദം സംഭവിച്ച അപ്പത്തെയും വീഞ്ഞിനെയും ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവുമായി സ്വർഗപിതാവിന് അർപ്പിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകൾ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയോർക്കണം. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമരസമയം സ്വർഗസൗഭാഗ്യം പ്രതീക്ഷിച്ചു കഴിയുന്ന ശുദ്ധീകരണ സ്ഥലത്തെ സഹനസഭയും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആനന്ദിക്കുന്ന വിജയസഭയും ഉൾപ്പെട്ട തിരുസഭയെയാണ് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പരാമർശിക്കുന്നത്. തിരുസഭയ്ക്കായുള്ള പ്രാർത്ഥനയിൽ മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊപ്പം നിത്യാനന്ദത്തിൽ പങ്കുകൊള്ളാൻ സഹനസഭയിലും സമരസഭയിലുമുള്ള എല്ലാ അംഗങ്ങൾക്കും അനുഗ്രഹം നൽകണമേ എന്ന യാചനയോടെ മധ്യസ്ഥ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. മഹാസ്തുതിപ്പ്. പുരോഹിതൻ തിരുശരീരവും തിരുരക്തവും ഒരുമിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരമപിതാവായ സ്വർഗപിതാവിന് സമർപ്പിക്കുകയാണ്, ആരാധനയായി, സ്തുതിയായി, മഹത്വമായി.